ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണൊക്കെ ആയിട്ട് നിങ്ങൾ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചിട്ട് വയർ ഫുള്ളായിട്ട് അവിടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ഓണാഘോഷം എങ്ങനെയുണ്ട്? അടിച്ചു പൊളിച്ച എല്ലാവരും. ചിലവർ ഞാൻ കമന്റ്സിലൊക്കെ കണ്ടു, ചിലവർക്ക് ഓണക്കോടി ഒന്നും കിട്ടിയില്ല. കുഴപ്പമില്ല, എനിക്കും കിട്ടിയിട്ടില്ല. നമ്മൾ സെയിം പിച്ചാണ്. നമ്മള് എപ്പോഴും ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നത് നമ്മുടെ അമ്മയുടെ വീട്ടിലാട്ടോ. അമ്മയ്ക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. അമ്മയ്ക്ക് കുറച്ചാളായിട്ട് വയ്യായിരുന്നു, അപ്പൊ അമ്മേനെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇനി നമ്മുടെ ഇങ്ങോട്ടേക്ക് മേമ, പാപ്പൻ, അവരുടെ 2 മക്കള്, അവരൊക്കെ വരും. അമ്മാമ്മയാണെങ്കിൽ അപ്പുറത്ത് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഗെയിംസിനുള്ള സംഭവങ്ങള് ഇവിടെ സെറ്റ് ചെയ്യാന്ന്. കണ്ടില്ലേ, ടേബിളൊക്കെ ഞങ്ങൾ വലിച്ചു പൊളിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ മേമയും അവരിവരൊക്കെ വരുന്നേക്കാളും മുമ്പ് ഈ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യണം. വെറുതെ ഗെയിം അല്ലാട്ടോ, ഓണസമ്മാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നേ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഓക്കെ, ഗൈസ്, ഇതാണ് നമ്മുടെ അമ്മയുടെ വീട്. ഇവിടെ നല്ല അടിപൊളി പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. മാമൻ ഓൾറെഡി പോയി, മാമൻ ഉണ്ടാവില്ല. അപ്പൊ മാമനുള്ള ഗിഫ്റ്റും സാധനങ്ങളൊക്കെ നമ്മള് ഇതിനുള്ളിൽ തൃക്കാക്കരപ്പിനും വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ എങ്ങനെയുണ്ട് ഗൈസ്? മാമൻ ഓൾറെഡി പോയേക്കുവാണ്. അതായത് അമ്മായിയുടെ വീട്ടിലാണല്ലോ ഓണം. അപ്പൊ മാമന്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ, മാമനും അമ്മായിയുടെ ഒക്കെ നമുക്ക് അമ്മാമ്മേനെ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ കളിച്ച് ഗിഫ്റ്റൊക്കെ ഇടിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ കുറച്ച് സാധനങ്ങൾ നമുക്ക് എന്തായാലും മേമ വരണേക്കാളും മുന്നേ സെറ്റ് ചെയ്യാം. ഗൈസ്, മഴ ഇന്ന് ചതിക്കില്ല നമ്മൾ വിചാരിക്കുന്നു. ഇതുവരെ പെയ്തിട്ടില്ല. എന്തായാലും എങ്ങനെ ഗെയിം എന്ന് വെച്ചാലേ, നമ്മൾ കപ്പ് കൊണ്ടിട്ടുണ്ട്, ഒരു ബോളും ഉണ്ട്. അപ്പൊ കപ്പുകൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് കപ്പ് വെച്ചിട്ട് ഗെയിം കളിക്കാന്ന് വിചാരിച്ചേ. ഓരോരുത്തർ എത്ര കപ്പ് വീഴ്ത്തുന്നോ ആ നമ്പർ ഉണ്ടല്ലോ, എത്ര കപ്പാണോ വീഴ്ത്തിയേ ആ നമ്പർ. ഇപ്പോൾ ഇങ്ങനെ ഞാൻ 2, 4 അങ്ങനെ ഓരോ ഗിഫ്റ്റുമ്മൽ ഇങ്ങനെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നമ്പർ നമ്മൾ കാണിക്കില്ല, മറച്ചു വെക്കും. നമ്പർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പെട്ടികൾക്ക് ആൾക്കാർ അത് നോക്കി ഉന്നം വെച്ചാലേ, ചിലപ്പോൾ നമ്മളെ ഇടയിൽ ചില ലാസ്റ്റൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് നമ്പർ കിട്ടിയെന്നൊക്കെ വരില്ല. അപ്പൊ നമ്മൾ ഗെയിമൊക്കെ ചെറുതായിട്ട് മാറ്റി. മയിലിന്റെ ശബ്ദം നിങ്ങൾ കേട്ടോ ഗൈസ്? എനിക്കറിയില്ല മൈക്ക് വെച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന്. ഇവിടെ നല്ല കുറേ മയിലുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇടയ്ക്ക് ഓണായിട്ട് എത്തി നോക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കാണിക്കും. അങ്ങനെ എല്ലാ ഡ്രസ്സിലറ ഗിഫ്റ്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാട്ടോ ഞങ്ങളിങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങൾ വരും, എല്ലാവരും സംസാരിക്കും, പോവും, അതാണ് പതിവ്. ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കാന്ന് വിചാരിച്ച്. എന്താവുമോ എന്തോ. അപ്പൊ ഇനി അവര് വരട്ടല്ലേ, എന്നിട്ട് തുടങ്ങാം. മാമേട്ടാ, അമ്മാമ്മയുടെ ഫസ്റ്റത്തെ ഇനോഗ്രേഷൻ. ഹാപ്പി ഓണം. അതെടുത്തു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 ആർക്കാണാവോ ഈ ഞാൻ വിചാരിച്ചുള്ളത് ആർക്കായിരിക്കും? ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അതും 11 ഒഴിച്ച് ബാക്കി നമ്പർ കപ്പിലേക്ക് ഇടുക. 9, 11 ഇടാൻ പാടില്ല, അത് ഓൾറെഡി പോയി. പൊളിച്ചു നോക്കിക്കോ, പൂവെടുക്കട്ടെ. കാക്ക വരെ എന്നൊരു പൂവടപ്പാം. മൺപൂ അവിടെ വരച്ചാ ഫസ്റ്റ് ട്രൈ തന്നെ. വീണ ഇതിലില്ല. 2 പേർക്കെങ്കിലും ഇതിന്ന് കിട്ടണോട്ടാ. ഓ, അടുത്താള് എടി ഗെയിം ഉണ്ട്. അമ്മാമ്മ ട്രൈ. ഓ, കിട്ടിയാ ഇപ്പൊ വൽക്കരിച്ചാലാ? ഇല്ലാത്തത് എടുത്താലാ? ഇതിലില്ല. ഓ,
വീണുണ്ടാ? എത്ര? 10. പത്തെടുക്ക്. അതല്ല ഹാപ്പിയാണോ? കിട്ടിയാ? Ready, 1, 2, 3, start. കിട്ടി. എത്ര? ഫസ്റ്റ് റോ 5 എണ്ണം, അതിന്റെ മേലെ ഇങ്ങനെ പിരമിഡ് പോലെ വെക്കണം. അതേപോലെ തിരിച്ച് ഇതേപോലത്തെ റെസ്റ്റിംഗ് പൊസിഷനിൽ വെക്കണം. അപ്പൊ അതാണ് ഗെയിം. മേമിയും പാപ്പനാണ് കളിക്കാൻ പോണേ. ആറ് റെഡി? 1, 2, 3 സ്റ്റാർട്ട്. എങ്ങനെ വേണം എടുത്തോ, കുഴപ്പമില്ല. രണ്ടുപേര് ഭയങ്കര കോൺസെൻട്രേഷൻ അല്ലേ? നല്ല പിരമിഡാവുണ്ട്. മാം ഇത്തിരി ഫാസ്റ്റ് ആട്ടാ പാപ്പാ. തിരിച്ചെടുക്കാതെ പോലെ. തിരിച്ച്. യെസ്, അതന്നെ തിരിച്ച്. ഓ പാപ്പ ഹാപ്പി ഓണം. 2ആണോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ശ്രേയ ഒരു നേരം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 5 എണ്ണം. ഓ ശ്രേയ സൂപ്പർ ഫാസ്റ്റ്. ക്ലാസ് ഒന്നും കാണാനില്ല. മാധേവിന് വേണ്ടി എടുത്തതാട്ടാ. മാധേവിന് ഹാപ്പി ഓണം. മാധേവ് ഇപ്പൊ ഇവിടെ ഇല്ല. നമ്മളിപ്പോ അമ്മാമ്മയുടെ ഏൽപ്പിച്ചു കൂട്ടാ. അച്ഛന് കിട്ടാണെങ്കിൽ അച്ഛനെ, എനിക്ക് കിട്ടാണെങ്കിൽ അമ്മായിക്ക് കിട്ടാ. 1, 2, 3 സ്റ്റാർട്ട്. ഓക്കെ. വരുന്നില്ല വിചാരിച്ച പോലെ. അമ്മായി ഹാപ്പി ആണോ? ഇങ്ങനെ ഊതി വീഴ്പ്പിക്കാൻ പറ്റിയ ഒരു ഇതില് എത്രണ്ണാണ്, ആരാണ് കൂടുതൽ വീഴ്ത്തണം അയാൾക്ക് സമ്മാനം. 1, 2, 3 പാപ്പൻ. നാച്ച്. 1, 2, 3. ഒരെണ്ണം ഒഴികെ ബാക്കിയൊക്കെ 5 എണ്ണം. 5 എണ്ണത്തിനെ വെട്ടിക്കണോട്ടാ പാപ്പ. ഇത് ഒറ്റ ഇത്. ഞാനും മാമി എന്നാ. ഓക്കെ. ഒന്നുമില്ലല്ലോ. അപ്പൊ മാമന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ അമ്മാമ്മക്ക് കൊടുത്തിരിക്കുന്നു. 2 എണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ വീഴ്ത്തിയിട്ടുണ്ട്. പാപ്പന്റെ ടെക്നിക്കുകളാ. ഹാപ്പി ഓണം ഗൈസ്. അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റത്തെ ഗെയിമാണ്. ഇവിടെ ഒരു 5 എണ്ണം വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു 5 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ കപ്പായിട്ട് അവിടെ ഓടിയിട്ട് അവിടെ ഇങ്ങനെ നമ്മള് ഇതേപോലെ സ്റ്റാക്ക് ചെയ്ത് വെക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ അവിടെ ആക്കിയിട്ടുണ്ട്, ഇവിടെ വേണം സ്റ്റാക്ക് ചെയ്യാൻ. 2 ഗിഫ്റ്റ് ഉള്ളോട്ടോ. അതാണ് അവസാനത്തെ ഗെയിം. മത്സരിക്കുന്നത് ആര് ജയിക്കും. 1, 2, 3 സ്റ്റാർട്ട്. ഒരെണ്ണം വെച്ചിട്ടാ പോട്ടെ. യെസ്, ഒന്നായി. ആർക്കല്ലേ ഉള്ളത്? 2 ഒരേ സ്ഥലത്തിലല്ലേ 3 4. ഓ മേമ 10-നൊപ്പം 5. ലാസ്റ്റത്താണത്. ഹാപ്പി ഓണം.
ഗൈസ്, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഗെയിം ഒക്കെ അവസാനിപ്പിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടില് ഓണൊക്കെ എങ്ങനെയാ ആഘോഷിച്ചെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഹാപ്പി ഓണം.